ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറിയൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം കേട്ടോ. ചെറിയൊരു ഇഞ്ചിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 2 കഷ്ണം ഇഞ്ചിയായിട്ട് ഇതിനെടുത്തിട്ടുള്ളൂ. അത് മതി, നമുക്കൊരു 2 ദിവസത്തേക്കൊക്കെ കൂട്ടാൻ ധാരാളം അത് മതി. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി ഇഞ്ചി കുരുകുരുന്ന് അരിഞ്ഞ് ഒരു 2-3 വട്ടം നമ്മൾ കഴുകണം. ഇല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു കറയുണ്ട് അതിന്, ഒരു കുത്തൽ ചുവയുണ്ടാകും. അത് നന്നായിട്ട് അതുപോലെ പോകാൻ പാകത്തിന് ഒരു 2-3 വട്ടം കഴുകിയിട്ട് നമ്മളത് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇഞ്ചിയും കറിവേപ്പില നന്നായിട്ട് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടുതലിട്ടാൽ അത്രയും ടേസ്റ്റ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് അത് വേവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജലാംശം മൊത്തം വലിഞ്ഞു പോകണം. ആ വലിഞ്ഞു പോകുന്നത് വരെ എന്നുവെച്ചാൽ അത് ഉണങ്ങി വരും. കണ്ടോ, ഈ ഒരു രീതിയിൽ ഉണങ്ങി വരും. അതുവരെ ഒരു ഗോൾഡൻ കളറായിട്ട് വരും. അതുവരെ നമ്മൾ തീ കുറച്ചിട്ട് അങ്ങനെ ആക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അത് മതി അതിന്. ഇതെല്ലാം തീ സിമ്മിലിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതും ഒരു നല്ല പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി അടുത്തത് ഒഴിക്കേണ്ടത് പുളിവെള്ളം കേട്ടോ. നമ്മൾ പുളി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പുളിവെള്ളം, അതിന് ആവശ്യത്തിനുള്ള പുളിവെള്ളമാണ് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ അതിനകത്ത് നമ്മൾ ചൂടുവെള്ളം ആണെങ്കിലും പച്ചവെള്ളം ആണെങ്കിലും ഒന്നും നമ്മൾ അതിനകത്ത് ചേർക്കുന്നില്ല. പുളിവെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. വെച്ചാൽ നമുക്ക് ഒരുപാട് വെള്ളമായിട്ട് വേണ്ടല്ലോ, അങ്ങനെ വെക്കുന്ന കറിയല്ലല്ലോ ഇഞ്ചിക്കറി. അപ്പോൾ അങ്ങനെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ച് അതൊന്ന് വേവിക്കണം കേട്ടോ. മൂടി വെച്ച് വേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ച് അതിൻ്റെ ഒരു വെള്ളം ഇങ്ങനെ കുറുകണം. വെള്ളം കുറുകി വരും. അപ്പം ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി കുറുകിയിരിക്കണ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിയത്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.